എന്താ മാറി അടുക്കള പണിയൊന്നുമില്ലേ? എനിക്ക് ചായ വേണം. ചായ വേണമെങ്കിൽ കടയിൽ പോയി കുടിക്കണം. പറു എന്താ കറുത്തു? നിനക്കില്ലേ ഇപ്പൊ വന്ന് ഒളിച്ചോട്ടം കുറച്ച് കൂടിയിട്ടുണ്ട്. എന്തിനാണ് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്കും ഫോണിലേക്കും ഒളിഞ്ഞു നോക്കുന്നത്? അയ്യടാ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ജീവിതത്തിലും ഫോണിലൊന്നും ഒളിഞ്ഞു നോക്കാൻ. ഞാൻ എന്താ ഒളിഞ്ഞു നോക്കിയത്? ഞാൻ കുടുംബവിളക്കിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അല്ലേ നോക്കിയത്. ഈ നടിമാരൊക്കെ എന്തൊക്കെ ചെയ്യുന്നത്? കുടുംബവിളക്കിന്റെ കാര്യം തന്നെ നോക്കി. നീ നിന്റെ ഫോണിലേക്ക് നോക്കും. നീ നിന്റെ ഫോൺ എടുത്തു. എനിക്ക് ഫോണില്ലാത്തോണ്ട്. ഓ നിന്റെ ഫോൺ എവിടെ പോയി? എന്റെ ഫോണ് കംപ്ലൈന്റ് ആയിട്ട് ഇറക്കില്ലേ? എത്ര ദിവസം ഞാൻ എന്റെ ഫോൺ നന്നാക്കി തരാൻ പറഞ്ഞിട്ട് കേട്ടാ? അതുകൊണ്ട് ഇങ്ങനെ ഒളിഞ്ഞു നോക്കിയെന്നൊക്കെ ഇരിക്കും. ഈ കുടുംബവിളക്കിലെ ഈ കുടുംബവിളക്കിലുള്ള നടിമാരും നടന്മാരൊക്കെ കുറെ കല്യാണം കഴിച്ചിട്ടുണ്ട്. പിന്നെ അതിപ്പോഴറിയണത് മീര വാസുദേവനെ ഏറ്റവും കൂടുതൽ റെക്കോർഡ് ഇട്ട് നിൽക്കുന്നത് നമ്മളെ തന്മാത്ര സിനിമയുടെ മലയാളിക്ക് പ്രിയങ്കരിയായി മാറിയ അത് തന്നെ. സീരിയലിലൊക്കെ അല്ലേ കുറെ ഉണ്ടല്ലേ? അവള് വിവാഹം കഴിച്ചിരിക്കണ ആരെന്നറിയാമോ? ഇപ്പൊ വിവാഹം കഴിച്ചിരിക്കണ ആ കുടുംബവിളക്ക് സീരിയലിലെ ഛായാഗ്രാഹകൻ വിപിൻ പുതിയങ്കത്തെ. ഓ അതിപ്പോ എത്രാമത്തെ വർഷമായെന്നറിയാമോ? ഇപ്പം വിവാഹ വാർഷികമായിരുന്നു കഴിഞ്ഞ ദിവസം. അതിന്റെയാണോ ഇപ്പൊ ഇത് കണ്ടേ? ഓ അതല്ലേ ഞാൻ എത്തി നോക്കിക്കൊണ്ടിരുന്നത്. നീ എത്തി നോക്കുന്നത് ശരിയില്ല. എടി മീരയുടെ 3ാം വിവാഹമാണോ അത്? ഓ ഇത് 3ാം വിവാഹം. ആദ്യം ഒരാളെ കെട്ടി ഡിവോഴ്സ് ആയി, വീണ്ടും ഒരാളെ കല്യാണം കഴിച്ച് അതിലൊരു കുഞ്ഞുണ്ട്, അത് വീണ്ടും ഡിവോഴ്സ് ആയി, ഇപ്പൊ ഇത് 3ാമത്തെ. എന്താടാ നമ്മള് സീരിയലിലും സിനിമയിലും കാണുന്നവരൊന്നും യഥാർത്ഥത്തിൽ പിന്നല്ല. ഞാനും ഈ മീരയൊക്കെ അഭിനയം കാണണം. നമ്മള് സുമിത്ര എന്നൊക്കെ പറഞ്ഞ ആരാണെന്ന് അറിഞ്ഞൂടല്ലേ? ആരാന്ന് ചോദിച്ചോണ്ടിരുന്നേ. നമ്മളെ സുമിത്ര എന്ന് പറയുമ്പോ നല്ല ബോൾഡ് ആൻഡ് കിട്ടില്ല ക്യാരക്ടർ. പക്ഷേ ഈ ഛായാഗ്രഹൻ നല്ല ഏജുള്ള ആളാണോ? മീര അതല്ലേ കാർത്തു ഇപ്പൊ ചെറിയൊരു പ്രശ്നമാണ് അവരുടെ ജീവിതത്തില്. ഈ വിവാഹം കഴിഞ്ഞു എന്ന് അവര് രഹസ്യമായിട്ടാണ് വിവാഹം നടത്തിയത്. പ്രത്യേകിച്ച് ആരെയൊന്നും, കാരണം 3 വിവാഹമല്ലേ, 3ാമത്തെ വിവാഹമല്ലേ, ഇപ്പൊ ഒരുപാട് വിമർശനം വരുമെന്ന് അവർക്കറിയാം. പക്ഷെ അവരുടെ പ്രായത്തെ ചൊല്ലിയാണ് ഏറ്റവും കൂടുതൽ വിമർശനം. മീര കുറച്ച് ഏജാണ് മീരയ്ക്ക്. അപ്പൊ അതിനെ കുറിച്ചാണ് കുറെ ഭയങ്കര വിമർശനം വന്നിരുന്നത്. അത് മാത്രമല്ല, വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടത്, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട്. പിന്നെ കറുത്ത ഈടൊക്കെ കണ്ടില്ലേ മറ്റേ ഇത് വിവാഹ വാർഷികത്തിന് മീര ഇട്ട പോസ്റ്റ്? ഞാനതൊന്നും കാണാറില്ല, നിങ്ങൾക്ക് അറിയട്ടെ, എനിക്ക് ഇഷ്ടമുള്ള. പക്ഷേ കാർത്തല്ലേ ഇന്നലെ കൊണ്ട് വന്നിട്ട് പറഞ്ഞത് ഇത് സൂപ്പർ അല്ലേ, കൊള്ളാലോ. ഞാൻ ഈ ക്യാപ്ഷൻ ഒന്നും വായിക്കാൻ നിൽക്കാറില്ല. എന്തിനാണ് നമ്മൾ ബാക്കിയുള്ള ക്യാപ്ഷനൊക്കെ നോക്കി? ഇനിയും ഒരുപാട് കാലം ഇങ്ങനെ ചിരിച്ചു നിൽക്കാനും ജീവിതം ആസ്വദിക്കാനും നമുക്ക് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള കുറച്ച് വരികളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചു കാലമായിട്ട് സാഹിത്യപരമായിട്ടാണല്ലോ ഇരിക്കുന്നത്. ഞാനല്ല കാർത്തു, ഈ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഭയങ്കര. അത് മാത്രമല്ല, എല്ലാവരും പറഞ്ഞിരുന്നത് മീരയുടെ വിവാഹം കഴിഞ്ഞിട്ട് വീണ്ടും ഡിവോഴ്സ് ആവും. എന്താണ് ഈ മീരയുടെ വിവാഹത്തിന്റെ പ്രശ്നം? എന്ത് പറ്റി? വിവാഹ പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്ക് വിവാഹത്തെ ചൊല്ലി ചെറിയ ചെറിയ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വിമർശനം ഉണ്ടായിരുന്നു. 2005 മറ്റേ വിശാൽ അഗർവാൾ അറിയാമോ കാർത്തൂന്? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോ കാണിച്ചത്. 2005 ഈ വിശാൽ അഗർവാളും മീരയും തമ്മിലുള്ള വിവാഹം നടന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാളുകളെ അവര് സന്തോഷത്തോടെ ജീവിച്ചുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഡിവോഴ്സ് ആയി. പിന്നെ ജീവിച്ചിട്ടുണ്ടാവും ഒരു 2005. കാരണം കറക്റ്റ് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ 5 വർഷത്തിന് ശേഷം 2010 ഈ ബന്ധം വേർപ്പെടുത്തി. അപ്പൊ 5 വർഷം സന്തോഷത്തോടെ ജീവിച്ചു, വീണ്ടും വേർപ്പെടുത്തി. പിന്നെ അത് കഴിഞ്ഞിട്ട് മീര വിവാഹം കഴിച്ച ആളെ പറഞ്ഞാൽ ചിലപ്പോ കറുത്തൊന്ന് മനസ്സിലായിന്നിരിക്കും. മനസ്സിലായേ? ആരോ വലിയ ആളാണ്, ജോൺ കൊക്കനെ. ഓ ഇപ്പൊ പിടികിട്ടിയ 2012 ഈ ജോൺ കൊക്കന്റെയും മീരയുടെ വിവാഹം. പക്ഷെ ആ ബന്ധത്തിൽ ഒരു മകനുണ്ട്. ഈ മകനും ഇപ്പൊ മീരയുടെ കൂടെയാണ് വിവാഹം കഴിഞ്ഞിട്ട് മീരയുടെ കൂടെ വിവാഹം കഴിഞ്ഞിട്ട് മീരയുടെ കൂടെയാണ്. 2016 ജോൺ കൊക്കനും മീരയും വിവാഹം വേർപ്പെടുത്തി. അതിനുശേഷം കഴിഞ്ഞ വർഷം മീര വീണ്ടും വിവാഹം കഴിച്ചു. മകൻ മീരയുടെ കൂടെയാണല്ലേ? ഓ പക്ഷെ കിട്ടിലാണ് കറുത്തു. ഈ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് വിമർശനം ഉണ്ടായിരുന്നു കേട്ടാ. എന്ന് വെച്ച് കഴിഞ്ഞാ എന്തൊരു അവസ്ഥയായിരിക്കില്ലേ നടിമാരെ നമ്മൾ കാണുന്ന ഭയങ്കര വിഷമങ്ങളുള്ള ആൾക്കാർ. തന്നെ 3 വിവാഹം എന്നൊക്കെ പറയുമ്പോ
എന്ത് ഈ 3 വിവാഹം എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ തല ഇങ്ങനെ കണ്ണ് മുകളിലോട്ട് പോകുമ്പോ എന്തോ ഒരു ദുരൂഹം. എന്താണ് ദുരൂഹത? 3 വിവാഹം കഴിച്ചപ്പോ എന്ത് ഒരാൾക്ക് 3 വിവാഹം കഴിച്ചൂടെ? അല്ലേ? ഒരാൾക്ക് എത്ര വിവാഹം വേണമെങ്കിലും കഴിക്കാലോ. അതൊന്നും കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. കാർത്തു എന്ന് പറഞ്ഞ് നീ എടുത്ത് ചാടണ്ട കേട്ടാ. എങ്ങോട്ടാണ് ചാട്ടം എനിക്ക് മനസ്സിലായി. പാറു, നീ താഴെ നിന്നാ മതി, മുകളിലേക്ക് കയറണ്ട. ഈ സിനിമയാണെങ്കിലും സീരിയലാണെങ്കിലും ഓരോരുത്തരുടെ ജീവിതം പല രീതികളാണ്, മനസ്സിലായോ? അതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. ഇത് പറഞ്ഞപ്പോഴാണ് കേട്ടാ തുപ്പലം തെറിപ്പിക്കണം. മാറി പറഞ്ഞോ. കാർത്തു നീ ഇത് പറഞ്ഞപ്പോഴാണ് കേട്ടോ ഒരു കാര്യം ഓർത്ത. സത്യം കാർത്തു, മറ്റേ പാർവതി വിജയ് അറിഞ്ഞൂടെ? മൃദുല വിജയ്. മൃദുല വിജയുടെ അനിയത്തിയുടെ കാര്യം. ഇപ്പം പലരുടെയും ജീവിതം പല വഴിയിലൂടെയാണ്. എന്താണ് മറ്റേ പേര്? ശ്രീലക്ഷ്മിയോ? അല്ല, പാർവതി വിജയ്. പാർവതി വിജയ്, മൃദുല വിജയിന്റെ. മൃദുല വിജയ് മനസ്സിലായോ? പാർവതി വിജയുടെ പാർത്തുനറിയാം. കഴിഞ്ഞ ദിവസം ഞാൻ ഫോട്ടോ കാണിച്ചിരുന്നു. മറ്റേ കല്യാണം ഒളിച്ചോടി. ഒളിച്ചോടി വിവാഹം കഴിഞ്ഞ് ഡിവോഴ്സ് ആയി. ഇപ്പം വേറൊരു സീരിയൽ നടിയുടെ കൂടെയാണ് പാർവതി വിജയുടെ ഭർത്താവ്. അതാണ് ഈ കാർത്തുവേ, ഈ പലരുടെയും ജീവിതം പല വഴിക്കാണെന്ന് പറഞ്ഞപ്പോ ഞാൻ ഓർത്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രണയമായിരുന്നു കേട്ടോ അവര്. ഈ പാർവതി വിജയും പാർവതി വിജയുടെ ഭർത്താവും കൂടി നല്ല കിട്ടിലും പ്രണയമായിരുന്നു കേട്ടാ. പ്രണയം കഴിഞ്ഞ് വിവാഹവും കഴിഞ്ഞ് സന്തോഷത്തോടെ ജീവിച്ച് ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞ് പ്രസവിച്ച് കുഞ്ഞിപ്പം ഇത്ര പൊട്ടിക്കായി. ഒരു 1 വയസ്സ് 2 വയസ്സൊക്കെ. ഇപ്പം അവരുടെ വിവാഹം വേർപ്പെടുത്തി, വിവാഹ ബന്ധം വേർപ്പെടുത്തി. ഇപ്പൊ വേറെ ആരുടെ കൂടെയാണെന്ന് അറിയാമോ? സാന്ത്വനം 2 സീരിയൽ ഉണ്ടല്ലോ ഇപ്പോഴത്തെ ഏഷ്യാനെറ്റില്. സായി ലക്ഷ്മി, മറ്റേ നമ്മള് അന്ന് നല്ല കിടിലൻ ജോഡിയാണെന്നൊക്കെ പറഞ്ഞില്ലേ, മിത്രന്റെ അവളാണ് ഇപ്പം പാർവതി വിജയുടെ ഹസ്ബൻഡുമായിട്ട് റിലേഷൻ. പക്ഷെ അവരുടെ ജീവിതത്തിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് കേട്ടാ. ആരുടെ ജീവിതത്തിലെ പ്രശ്നമില്ലാത്തത്? പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെ കൂടെ അല്ലേ നമ്മൾ ജീവിക്കേണ്ടത്. ഇതിപ്പോ പാറു പറഞ്ഞപ്പോഴാണ് ഞാൻ പാറില്ല പറഞ്ഞ കാർത്തു. സോറി, അതെല്ലാം തലേക്ക് എടുത്തിടാൻ. ഇതിപ്പോ കാർത്തു പറഞ്ഞു. ഒന്ന് മാറിപ്പോയി ഇങ്ങനെ കിടന്ന് തുള്ളണോ കാർത്തു? ഇതിപ്പോ കാർത്തു പറഞ്ഞപ്പോഴാണ് മറ്റേ ശ്രീലക്ഷ്മി അറിഞ്ഞൂടെ കാർത്തു? 8 വർഷ പ്രണയം, നല്ല ഭംഗിയാണെന്നൊക്കെ പറഞ്ഞില്ലേ? ഇന്റർകാസ്റ്റ് സുമിത്ര എന്ന കഥാപാത്രത്തിന്റെ മകൾ ശീത സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി. എനിക്കറിയാം. ഇങ്ങനെ പോണ്ട, ഇത്രയും മതി. കാര്യം പറയണേ, കുടുംബത്തിന് പുറമെ ചോക്ലേറ്റ്, കൂടത്തായി, കാർത്തിക തുടങ്ങിയ ആ സിനിമയിലൊക്കെയുള്ള ശ്രീലക്ഷ്മി അല്ലേ? നന്നായിട്ട് അറിയാം, ഇഷ്ടമാണ് കൊച്ചിന്. അവരുടെ പ്രണയം എന്ന് പറഞ്ഞാൽ ഈ മാതിരി പ്രണയമാണ്. കാരണം 8 വർഷം സ്കൂൾ മുതൽ തുടങ്ങിയ പ്രണയമാണ്. 2 മതമാണല്ലേ അവര്? പയ്യൻ ക്രിസ്ത്യനാണ്, ശ്രീലക്ഷ്മി. പക്ഷെ കാർത്തു അത് ആലോചിക്കണം. സാധാരണ ഹിന്ദു ക്രിസ്ത്യൻ മാരേജിൽ എന്താ സംഭവിക്കുക? രണ്ട് കാസ്റ്റ് ആയിട്ട് അവർ നടത്തും. ആദ്യം ഹിന്ദുക്കളുടെ ആചാരപ്രകാരം താലി കെട്ടും, രണ്ടാമത് ക്രിസ്ത്യൻ ആചാരപ്രകാരം താലി കെട്ടും. പക്ഷെ ഇവര് രണ്ടും ഒരുപോലെയാണ് നടത്തിയത്. അതായത് ഈ ഇന്റർകാസ്റ്റ് മാരേജ് പോലെ തന്നെ ഒരേ മതത്തില് ഒരേപോലെ വിവാഹം നടത്തിയത് ഏറ്റവും കൂടുതൽ വൈറലായിരുന്നു. അതുപോലെ തന്നെ മറ്റേ സ്വാസിക വിജയ് ഇന്റർകാസ്റ്റ് മാരേജ് വീട്ടിലറിഞ്ഞപ്പോ കുഴപ്പമൊക്കെ ഉണ്ടായിരുന്നു. അത് ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷെ പിന്നെ കുഴപ്പമില്ല. ഈ മതാചാര പ്രകാരമുള്ള വിവാഹ ചടങ്ങുകൾ നടത്തിയിട്ടാണ് ഇവരുടെ വിവാഹം നടന്നത്. ഭയങ്കര ആഘോഷമായിരുന്നു. ഭയങ്കര ആഘോഷം എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം ഒരു നല്ല ലെവലില്, അത്യാവശ്യം കുറഞ്ഞ രീതിയിലായിരുന്നു അവരുടെ വിവാഹം. ഇത് പറയുമ്പോഴാണ് ഇതുപോലെ എത്ര സിനിമാ നടിമാരല്ലേ വിവാഹം കഴിഞ്ഞ് കെട്ടി ഡിവോഴ്സായി കെട്ടി കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സായി കെട്ടി കല്യാണം. പക്ഷേ ഈ കല്യാണം കഴിഞ്ഞവര് മാത്രമല്ല, കല്യാണം കഴിക്കാതിരിക്കുന്നവരുണ്ടല്ലോ. നമ്മുടെ അമൃത. പക്ഷെ അമൃത എന്തൊരു മാറ്റമായിരുന്നല്ലേ ആ കൊച്ചു. എങ്ങനെ കാർത്ത് വേറെ ഒരു കാര്യം കണ്ടാ? പണ്ടത്തെ ഒരു ഫോട്ടോ കണ്ട് വൈറലായിരുന്നു. ബ്ലൂടൂത്തിനാണ് ഉപയോഗിക്കുന്നത് കേട്ടു. എന്ത് ഒന്നുമല്ല പറഞ്ഞത്. ഗ്ലൂട്ടോത്തിയോൺ ആണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ അമൃത ഈ ഇടയ്ക്ക് പറഞ്ഞിട്ടില്ലായിരുന്ന? അത് മാത്രമല്ല, അമൃത സർജറി ചെയ്തിട്ടുണ്ടെന്നും പിന്നെ ചില സർജറി ഒക്കെ ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ കുറെ വിമർശനങ്ങൾ വന്ന്, അതായത് അങ്ങനത്തെ വാർത്തകൾ വന്ന്. പക്ഷെ അമൃത പറഞ്ഞ അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല, നാച്ചുറൽ. എന്താ അറിയാ കൊച്ചു അധ്വാനിച്ചുണ്ടാക്കിയതാണ്. എനിക്കും കണ്ടാൽ അറിയാം കാർത്ത് ഇങ്ങനെ ഇരിക്കുന്നത് അധ്വാനിക്കാതെ ഇങ്ങനെ ഞാൻ ഉണ്ടാക്കി തന്ന ഭക്ഷണം ഇങ്ങനെ കഴിക്കും,
നീയേ അവിടെ അടുക്കളയില് പുട്ടില് തേങ്ങ ഇട്ടാ മതി. ഇന്റെ ഇവിടെ തേങ്ങ വരണ്ട കേട്ടോ. ഓ പറഞ്ഞപ്പോ പിടിച്ചില്ല. മറ്റുള്ളവരുടെ ജീവിതത്തിൽ നീ ഇവിടെ ഏത് നേരം ലിപ്സ്റ്റിക് ഇട്ടോണ്ട് നടക്കുന്നത്? ഞാനാണോ നടക്കുന്നത്? ഞാൻ ബ്യൂട്ടീഷ്യൻ ചെയ്യാറില്ല. ആ ബ്യൂട്ടീഷ്യന്റെ തലമുടി ഇപ്പൊ എന്റെ കണ്ട കാർത്ത് ഇപ്പൊ ബ്യൂട്ടീഷ്യൻ ഒന്നും ചെയ്യാറില്ല. എന്നിട്ട് ഉള്ള ഫുള്ള് നരച്ചതാണ്. എന്നിട്ട് ഫുള്ള് കറുത്ത കളർ. ഞാൻ കല്യാണം പോലും കഴിച്ചിട്ടില്ല. കല്യാണം കഴിച്ചാല് തലമുടി നരയ്ക്കാവുന്നുണ്ടാ? ഇനി സിനിമാ നടിമാരെ കണ്ടിട്ടില്ലേ? അവരൊക്കെ എപ്പോഴും സുന്ദരിമാരായിരിക്കും. ഞാൻ ബ്യൂട്ടീഷ്യൻ ഒന്നും ചെയ്യാറില്ല. ബ്യൂട്ടീഷ്യൻ ഒന്നും ചെയ്യാറില്ല, പക്ഷെ മുഖത്ത് അത്രയും ക്രീമും കാര്യങ്ങളും ഉണ്ട്. ആടി പറ, നിനക്കില്ലേ പണി തരാനുള്ള സമയമായി. ചെല്ല് പോയി കഞ്ഞി ഉണ്ടാക്കി. ഞാൻ കുറച്ചു നേരം നിനക്ക് 7 മണിക്കുള്ള സീരിയൽ കാണണ്ടേ? പിന്നെ കാണുന്നു. എന്നാ പിന്നെ ചെല്ല്.